ഇവിടെ നമ്മൾ കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഒപ്പം തക്കാളി, കറിവേപ്പില, കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ആദ്യം വേണ്ടത്. ആദ്യം തന്നെ കൊഞ്ച് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കൊഞ്ച് വേവിച്ചിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പം കൊഞ്ച് നല്ല രീതിയിൽ വേവുന്നുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി എടുക്കാം. ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, കാന്താരി മുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് വേണേൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടുന്നുണ്ടെന്ന്. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പോൾ ഞാൻ തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അല്ലെങ്കിൽ തക്കാളി മസാല ചേർത്തിട്ട് ആഡ് ചെയ്താലും മതി. പക്ഷെ ഞാനിത് മുന്നേ ചേർത്തുന്നുണ്ട്. തക്കാളി എല്ലാം ഒന്ന് വാടി വരുമ്പം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല പൗഡറും എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. ഈ പൊടികൾ കരിയാതെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക, കരിയരുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒന്ന് ചൂടാക്കിയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. ഇത് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്ലെയിം കൂട്ടാതെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നല്ല രീതിയിൽ ഈ മസാല ഒന്നായി വരുമ്പോൾ നമ്മൾ കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊഞ്ച് നല്ല രീതിയിൽ വെന്ത കൊഞ്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം വേണേൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൊഞ്ച് വെന്ത് വന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി രുചി കൂടുന്നതാണ് കൊഞ്ച് റോസ്റ്റിന്. ഇപ്പം നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലിക്വിഡ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഇപ്പം കൊഞ്ച് നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്.